താഴത്തെ അക്വാഗാർഡാണ്. 9:40 ഓൺ ചെയ്തതാണ്. ഇപ്പോൾ 10:40 കഴിഞ്ഞു. 1 മണിക്കൂറായി. ഞാൻ ഉറങ്ങാണ്ട് ഈ മേളിലും താഴെ വീഡിയോ മാറി മാറി മേളിലും താഴെ വന്ന് എടുത്തോണ്ടിരിക്കുക കേട്ടോ. നമുക്കിത് തന്നെയാണ് ജോലി. പ്രൂഫ് ഉണ്ടാക്കണമല്ലോ, എന്നാലാണ് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടാവുള്ളൂ. അപ്പം അക്വാഗാർഡിൻ്റെ ഈ ബ്ലിങ്ക് നിന്ന് കഴിഞ്ഞാലാണ് ഇതൊന്ന് അറിഞ്ഞതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 ഹവറായി. താഴത്ത് വെള്ളമില്ല അങ്ങനെയൊക്കെ അക്വാഗാർഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തർക്കിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ള പ്രൂഫാണ്. വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട്. അക്വാഗാർഡ് ഒരു സമ്മതിച്ചതാണ്. ഇതുവരെ നിറഞ്ഞിട്ടില്ല. ജൂൺ 2023, 1 വർഷമാകുന്നു. ഏതുതരം സർവീസുകാർക്ക് വീട്ടിൽ കയറി ഇറങ്ങാനേ നേരമുള്ളൂ. അപ്പോൾ അവർ നന്നാക്കിയിട്ട് പോകും. അപ്പോൾ 20 മിനിറ്റിന് 15 മിനിറ്റിനുള്ളിൽ നിറയും. പിന്നെ അത് ഒരാഴ്ച കഴിയുമ്പോൾ അത് 25 എന്നുള്ള 30 മിനിറ്റ് ആവും. പിന്നെ രണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്കും അത് 40 മിനിറ്റ് ആവും. നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ ഗ്രാജുവലി 1 മാസം ആകുമ്പോഴത്തേക്കും 1 മണിക്കൂറിന് മേളിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ ആ പരിവാകും. താഴത്തത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് നിറയുവാന്ന് തോന്നുന്നു. മേളിൽ എനിക്ക് തോന്നുന്നു മിനിമം 4 മണിക്കൂർ എടുക്കുന്നുണ്ടാവും. അതിന് മേളിലാണെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അവസ്ഥ. 1.5 മണിക്കൂർ കൂടുതൽ ഇപ്പം ഡിലേ ആവുന്നുണ്ടൊക്കെ സംശയമുണ്ട്. താഴെ പ്രൂഫിന് വേണ്ടി വീഡിയോ എടുക്കുകയാണ്. എത്ര നേരം ഉറക്കുളച്ചിരിക്കണം എന്ന് അറിഞ്ഞുകൂടാ. അക്വാഗാർഡ് ഏതൻ ടീമുകാർ, യുറേക്ക ഫോക്സ് ടീമുകാർ അറിയാം. എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ യൂട്യൂബിൽ ഇടുന്നത്. ഇതിനു വേണ്ടി എനിക്കൊരു ചാനൽ തുടങ്ങാനൊന്നും വയ്യാത്തതുകൊണ്ട് എൻ്റെ മോൻ്റെ ചാനലിൽ, മോനും ഇപ്പോൾ ആക്റ്റീവൊന്നുമല്ല യൂട്യൂബിൽ, അപ്പോൾ അതിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. അല്ലാതെ വേറെ ആക്ഷനൊന്നുമില്ല. ഇതിപ്പോൾ ഹയർ എന്ന് പറയുന്ന ബ്രാൻഡ് പുതിയ ഫ്രിഡ്ജ് എടുത്തപ്പോൾ എനിക്ക് ഇഷ്യൂ ഉണ്ടായി. അതിന് തന്നെ ദൈവദിനം കൊണ്ട് വീഡിയോ എടുക്കേണ്ടി വന്നില്ല. പക്ഷെ അത് അത്രയധികം മെയിലുകൾ അയച്ചു കഴിഞ്ഞ് 1 ഇയർ ആകാറായപ്പോൾ ഫ്രിഡ്ജ് മാറ്റി തന്നു. രണ്ടാമത് മാറ്റി തന്ന ഫ്രിഡ്ജിന് വലിയ പ്രശ്നമൊന്നുമില്ല ദൈവദിനം കൊണ്ട്. പിന്നെ എയർ ഏഷ്യയിൽ യാത്ര ചെയ്തപ്പോൾ എൻ്റെ പെട്ടി വലിച്ചെറിഞ്ഞ് അത് പൊട്ടിച്ച് പുതിയ പെട്ടി. അതിന് 6500 രൂപ വീഡിയോ എടുത്ത് ഇടേണ്ടി വന്നു. അതിനൊരു 1.5 മാസം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ക്ലെയിം കിട്ടിയത്. നിർഭാഗ്യവശാൽ ഞാനിങ്ങനെ മേടിക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും ഓരോ പണിയും കിട്ടുന്നുണ്ട്. ദൈവദിനം കൊണ്ട് പാനസോണിക് വാഷിംഗ് മെഷീൻ, സാംസങ് വാഷിംഗ് മെഷീനൊക്കെ മേടിച്ചിട്ട് ഒരു പ്രോബ്ലം ഇതുവരെ ഉണ്ടായില്ല. അതേപോലെ ബോഷിൻ്റെ മിക്സി, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ട് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം ബ്ലൂ സ്റ്റാറിൻ്റെ ഒരു AC വാങ്ങിച്ചിട്ടുണ്ട്. 2 ആഴ്ചയേ ആയുള്ളൂ. അതിൻ്റെ ഗതി എന്താണെന്ന് ഇനിയിപ്പോൾ അറിയില്ല. അതും നോക്കാം. ഇനി അതിനടി കൂടേണ്ടി വരുമെന്നാണ് പേടി. ബ്ലൂ സ്റ്റാറുകാരോട് ഞാൻ പറഞ്ഞു AC വാങ്ങിക്കാൻ നേരത്ത് കംപ്ലൈൻ്റ് ഒന്നും വരില്ലല്ലോ എന്ന് ഉറപ്പ് പറയണം. എനിക്ക് അടി കൂടാൻ വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ അക്വാഗാർഡ് ഇപ്പോൾ 10:45 ബ്ലിങ്കിങ് എത്തുന്നിട്ടില്ല, നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര സമയം എടുക്കുമെന്ന് നോക്കാം.